ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് എൻ വ്ലോഗ്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ സ്റ്റീലിൻ്റെ സാധനങ്ങളും ഗ്രില്ലും ഗേറ്റും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് കാണാം. എല്ലാവർക്കും നമസ്കാരം. ക്ലീനിങ്ങിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭസ്മമാണ്. ഈ ഭസ്മം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഭസ്മം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെയർ കേസ് നമുക്ക് ഭസ്മം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഭസ്മം ഉപയോഗിച്ചിട്ട് സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഒരുവിധ ആൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു കോട്ടൺ തുണിയിൽ ഞാൻ കുറച്ച് ഭസ്മം എടുത്തിട്ടുണ്ട്. ഈ ഭസ്മം നമ്മൾ സ്റ്റീലിൻ്റെ എന്ത് സാധനങ്ങളാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നന്നായിട്ട് തുടച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തുടച്ച് കൊടുക്കണം. എന്നാൽ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. പുതിയതുപോലെ നന്നായിട്ട് വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പൗഡർ നമ്മൾ നേരെ കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തുടച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കറുപ്പ് തുണി എടുത്തത് നമുക്ക് ഈ വെള്ള പൗഡർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഏത് ഭാഗത്തൊക്കെ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇതേപോലെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തുടച്ച് കൊടുത്താൽ മതി. അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ സ്റ്റീലിൻ്റെ മുകളിലൊക്കെ ഒരു മഞ്ഞ കറകളുണ്ടാവും. ആ കറകളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റീലുകളൊന്നും നമുക്കങ്ങനെ വെള്ളം നനയ്ക്കാൻ പറ്റില്ലല്ലോ. ചില സ്റ്റീലുകൾ വെള്ളം നനച്ചിട്ട് എന്തായാലും ഒരു മഞ്ഞക്കുത്ത് വരും. നല്ല സ്റ്റീലല്ലെങ്കിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ അങ്ങനത്തതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ പണിക്കാർ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അവർ ഈ പൊടി ഇട്ടിട്ടാണ് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ അവർ പറഞ്ഞെന്നാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോൾ നമ്മളിത് ഇടയ്ക്കൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പൗഡറിനെ പറ്റി അറിയാത്തവർ എന്തായാലും ഈ പൗഡർ വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. നമ്മൾ ഈ പൗഡർ ഇട്ടിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമുള്ളതാണ് ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗങ്ങളിൽ കാണുന്നത്. ഇത് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഇത് തുടച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടെ നന്നായിട്ട് ക്ലീനായി കിട്ടും.
അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. സ്റ്റീലിൻ്റെ കസേരയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം ഇതിൻ്റെ കളറും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത കസേരയാണ് ഇരിക്കുന്നത്. ചെയ്യാത്തത് നമുക്ക് വേറെ കണ്ടാൽ അറിയാം, രണ്ടിൻ്റെയും കൂടി മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തതാണ് ഈ കാണുന്നത്, മറ്റേത് ക്ലീൻ ചെയ്യാത്ത. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ആ കളർ വ്യത്യാസം നമുക്ക് കണ്ടാൽ അറിയാം. കസേരകളൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കഴുകാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പൊടിയിട്ട് തുടച്ചാൽ നന്നായിട്ട് തിളങ്ങി കിട്ടും. കഴുകിയതിൻ്റെ ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിയിട്ട് തുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും തുടച്ചതും തുടക്കാത്തതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ കസേരകൾ പറഞ്ഞാൽ ഒരുപാട് പഴയതാണ് കേട്ടോ. അതേപോലത്തെ കസേര ഇറങ്ങിയ കാലത്ത് വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഇതിൻ്റെ സ്റ്റീൽ ഭാഗം നല്ല തിളങ്ങി കൊണ്ടിരിക്കുന്നില്ലേ. വെള്ളം നനയ്ക്കാനും പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇതേ പൗഡർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഒരു സ്റ്റീലിൻ്റെ കത്രികയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാം ഇതിൻ്റെ പഴയ കളറും പുതിയ കളറും കൂടിയിട്ടുള്ളത്. ഒരുപാട് പഴയൊരു കത്രികയാണിത്. ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നുള്ളതും ശേഷമുള്ള വീഡിയോയും കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പൗഡർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഈ പൗഡറിന് അധികം വില ഒന്നുമില്ല, 15 രൂപ 20 രൂപയായിട്ടുള്ളൂ. ഇത് കുറച്ച് മുന്നേ അവിടെ വാങ്ങിച്ചതാണ്. എന്തായാലും 20 രൂപയായിട്ടേ ഉണ്ടാവുള്ളൂ.
അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.